ഹലോ, വെൽക്കം ടു ലേണിംഗ് നൗ. നമ്മളിന്ന് നോക്കാനായി പോകുന്നത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾക്ക് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്നൊരു ടോപ്പിക്കിൽ 3 സബ് ടോപ്പിക്കുള്ളത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, അതേപോലെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ. ഈ 3 ഏരിയ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് ഈ 3 ഏരിയയും കൂടെ 2 മാർക്കിനാണ് എക്സാം ചോദിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അതിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസും ഈ മെൻഡേലിയൻ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കുറച്ച് ഡീവിയേഷൻസ് എല്ലാം ഡീവിയേഷൻസ് ഫ്രം മെൻഡലിസം എന്നുള്ളൊരു ടോപ്പിക്കും, പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു ടോപ്പിക്ക്, പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ്, പ്ലിയോട്രോപ്പി, പിന്നെ ലാസ്റ്റ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി തിയറി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ബ്രാഞ്ച് ഓഫ് ബയോളജി ഫോക്കസസ് ഓൺ ദി സ്റ്റഡി ഓഫ് പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ്? ഈ പറയുന്ന ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ടുള്ള പഠനം ഏത് ബയോളജിയുടെ ശാഖയിലാണ് വരിക? അത് ജെനറ്റിക്സ്, ഇമ്മ്യൂണോളജി, എവല്യൂഷൻ, എക്കോളജി. ഇമ്മ്യൂണോളജി അല്ല അല്ലേ, ജെനറ്റിക്സ് ആണ് അവിടെ ആ ശാസ്ത്രശാഖ. ജീനുകളെ കുറിച്ചുള്ള പഠനവും ഇൻഹെറിറ്റൻസിനെ കുറിച്ചൊക്കെ പഠനം വരുന്നത് ഏതിലാണ്? ജെനറ്റിക്സിലാണ്. ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ ആണ്. Genetics is a branch of biology that deals with questions of inheritance. ഈ പറയുന്ന ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ജെനറ്റിക്സ് ആണ്. It uses techniques from various disciplines like microbiology, cell biology and many more to understand the basis of inheritance. ഈ പറയുന്ന ഇൻഹെറിറ്റൻസിന്റെ ബേസിക്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ പറയുന്ന ജെനറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ ഏതെന്നൊക്കെയാണ്? മോളിക്കുലർ ബയോളജി, സെൽ ബയോളജി എന്നൊക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സെല്ലാണല്ലോ DNA ഉള്ളത്, അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിന് മനസ്സിലാക്കാനായിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ പ്രൊപ്പോസ്ഡ് ദ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ ലിവിങ് ഓർഗാനിസംസ്? ലിവിങ് ഓർഗാനിസത്തിൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നുള്ളത് പ്രപ്പോസ് ചെയ്ത ആൾ ആരാണെന്നാണ്. ഗ്രിഗർ മെൻഡൽ, ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, എർവിൻ ചർഗാഫ്. അപ്പൊ ഇതില് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്ത് തീർച്ചയായിട്ടും ജെനറ്റിക്സിന്റെ ഫാദർ ആയിട്ടുള്ള ഗ്രിഗർ മെൻഡൽ തന്നെയായിരിക്കും അല്ലെ. ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ ലിവിങ് ഓർഗാനിസംസ് വർ പ്രപ്പോസ്ഡ് ബൈ ഗ്രിഗർ മെൻഡൽ. ഗ്രിഗർ മെൻഡൽ ആണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്യുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അപ്ലൈ ദ സയന്റിഫിക് മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ പറയുന്ന ഇൻഹെറിറ്റൻസ്, അതായത് മുമ്പ് കാലങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, അച്ഛനെ പോലെ ഉണ്ട് അവരുടെ കുട്ടി, അല്ലെങ്കിൽ അമ്മയെ പോലെ ഉണ്ട് അവരുടെ കുട്ടി എന്ന് പറയുമ്പോൾ ഇത് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള അറിയാം. പക്ഷെ ഇത് എന്താണെന്നുള്ളതൊന്നും ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. ആ ടൈമിലാണ് ഗ്രിഗർ തന്റെ കുറച്ച് പഠനങ്ങളൊക്കെ, ഒരു 7 വർഷത്തെ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ ജെനറ്റിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ എന്തൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ജെനറ്റിക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ നല്ല രീതിയിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതായത് ഈ പറയുന്ന ജീന് കാരണമാണ് ഈ ഇൻഹെറിറ്റൻസ് നടക്കുന്നതെന്നും, അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്തോ ഒരു ഫാക്ടർ അവിടുന്ന് ഒരു ജനറേഷൻ വേറൊരു ജനറേഷനിലേക്ക് പോകുന്നുണ്ടെന്നുള്ള അറിയാം. പക്ഷെ അത് എന്താണെന്നുള്ളത് സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ഒക്കെ പിന്നെയും റീസ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് ജെനറ്റിക്സ് ഒക്കെ ആക്കി മാറ്റിയത്. അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് മെത്തേഡ്, ഈ പറയുന്ന പാറ്റേൺസ് ഒക്കെ, അതായത് നമുക്ക് അറിയാമല്ലോ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൂഫുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പ്രൂഫ് സഹിതമാണ് അദ്ദേഹം പീ പ്ലാന്റ് അല്ലെ, പയർ ചെടികളിലാണ് അദ്ദേഹം, ഗാർഡൻ പീയിലാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങളൊക്കെ നടത്തിയത്. അതിന്റെ സ്റ്റഡീസിലെ എല്ലാ കൺക്ലൂഷൻസ് ഒക്കെ കൊണ്ട് പോയി. പക്ഷെ ആ സയന്റിഫിക് മെത്തേഡ് നല്ല രീതിയിൽ അവിടെ അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ പിന്നീട് കാര്യം തെളിയിച്ചു അദ്ദേഹം പറഞ്ഞൊക്കെ സത്യമാണെന്ന് അല്ലെ. അപ്പൊ ഈ പറയുന്ന പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ പല പാറ്റേൺസും മനസ്സിലാക്കാനുള്ള സയന്റിഫിക് സ്റ്റഡി ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത് ആരാണ്? ഗ്രിഗർ മെൻഡലാണ്. However, the importance of his work was not recognized until after his death. അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തിന്റെ വർക്കുകൾ ആരും തിരിച്ചറിഞ്ഞില്ല. പിന്നീടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. അപ്പോഴത്തേക്കും അദ്ദേഹം വിടവാങ്ങിപ്പോയി. Third question, which of the following is not a characteristic feature of the Down syndrome? ഡൗൺ സിൻഡ്രത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? നമ്മൾ പറഞ്ഞു ഡൗൺ താഴേക്കാണ് അല്ലെ. 3 നമുക്ക് പഠിക്കാനുള്ളത്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് വരുന്നത് ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം അല്ലെ. അതില് ഡൗൺ സിൻഡ്രോം പറയുമ്പോൾ അവിടെ ട്രൈസോമി ഓഫ് 21 നമ്മൾ പഠിച്ചല്ലോ അല്ലെ. 3 അല്ലെ, ട്രൈസോമി 2 1.
അങ്ങനെ ഡൗൺ താഴേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. വെരി ടോൾ, സ്മോൾ റൗണ്ട് ഹെഡ്, ഫറോഡ് ടങ്, പാർഷ്യലി ഓപ്പൺ മൗത്ത്. അപ്പോൾ ഡൗൺ സിൻഡ്രോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പഠിച്ചാണ് അല്ലെ. അതിൽ ഏത് വരില്ല? വെരി ടോൾ വരില്ല അല്ലെ. ടോൾനെസ് ഈസ് നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൗൺ സിൻഡ്രോം. അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റാച്ചർ, ഹൈറ്റ് കുറവായിരിക്കും, സ്മോൾ റൗണ്ട് ഹെഡ് ആയിരിക്കും, പാർഷ്യലി ഓപ്പൺ മൗത്ത് ആയിരിക്കും, ഫറോഡ് ടങ് ഒക്കെ ആയിരിക്കും അതിന്റെ പ്രത്യേകതയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ ഒരു 3-4 ക്യാരക്ടേഴ്സ് വന്നിട്ട് അതിൽ ഏതൊക്കെയാ ശരി, എയും ബിയും ശരിയാണ്, ബിയും സിയും ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഏരിയയിൽ നിന്ന്. Fourth question, which of the following is incorrect with respect to Klinefelter syndrome? Klinefelter syndrome ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? എന്താണ് Klinefelter syndrome? നമുക്കറിയാലോ അല്ലെ. XXY ആണ് അവിടെ വരുന്നത് അല്ലെ. മെയിലില് ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരുന്നതുകൊണ്ട് മെയിലും ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സും കൂടെ കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫ്യൂഷൻ ഓഫ് an abnormal egg with normal sperm ആണോ? ഫ്യൂഷൻ ഓഫ് നോർമൽ എഗ് വിത്ത് അബ്നോർമൽ സ്പെർം ആണോ? ഫ്യൂഷൻ ഓഫ് നോർമൽ എഗ് വിത്ത് നോർമൽ സ്പെർം ആണോ? ആൻഡ് അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞത് ഒരു ഡിസോർഡറാണ്. അപ്പൊ നോർമൽ എഗ് നോർമൽ സ്പെർമും കൂടെ അവിടെ ഫ്യൂഷൻ ചെയ്യാനുള്ള സാധ്യതയെ നമ്മൾക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതൊരിക്കലും നടക്കില്ല. അപ്പൊ നമുക്ക് പറയാം ഓപ്ഷൻ സി ആണ് അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻകറക്റ്റ്, നോട്ട് കറക്റ്റ്, കറക്റ്റ് എന്നുള്ളതൊക്കെ തരുമ്പോൾ അത് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്കത് ക്വസ്റ്റ്യൻ പിന്നീട് തെറ്റില്ല. അപ്പൊ ഫ്യൂഷൻ ഓഫ് എ നോർമൽ എഗ് വിത്ത് നോർമൽ സ്പെർം ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഹെൽത്തി ബേബി അല്ലെ. നോർമൽ സ്പെർമും നോർമൽ എഗും കൂടി ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയായിരിക്കും അവിടെ കിട്ടുക. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം അപ്പിയേഴ്സ് due to the union of abnormal egg with the normal sperm. നോർമൽ സ്പെർമും അബ്നോർമൽ എഗ് ആണ്. അബ്നോർമൽ എഗ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 എക്സ് ക്രോമസോമും ഓട്ടോസോമുകളും ഉണ്ടാവാം. ഓക്കെ, അതിന്റെ കൂടെ നോർമൽ സ്പെർം ഒരു വൈ ക്രോമസോമും ഓട്ടോസോമും തമ്മിലാണ് അവിടെ ചേരുന്നത്. ഓക്കെ, അതാണ് എക്സ് എക്സ് വൈ. മനസ്സിലായില്ലേ? ഓർ എ നോർമൽ എഗ് വിത്ത് അബ്നോർമൽ സ്പെർം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ എഗ്, അതായത് എക്സ് ക്രോമസോമും ഓട്ടോസോമിന്റെയും കൂടെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു സ്പെർം, അത് വൈ ക്രോമസോമും ഓട്ടോസോമും തമ്മിൽ ചേരുന്നതാണ്. ഏതെങ്കിലും ഒന്ന് അബ്നോർമൽ ആയിരിക്കും ഇതിൽ കേട്ടോ. അപ്പൊ ഇതാണ് എന്താ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ സഫറിംഗ് ഫ്രം ടേണർ സിൻഡ്രോം? ടേണർ സിൻഡ്രോം ഉള്ള ആളുകളിൽ ഇതിൽ താഴെ പറയുന്ന ഏത് ക്യാരക്ടർ ആണ് കാണാത്തത്? നോട്ട് ദ ക്യാരക്ടർ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഷോർട്ട് സ്റ്റാച്ചർ, പുവർ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, വെൽ ഡെവലപ്ഡ് ഓവറീസ്, നോ മെൻസ്ട്രുവേഷൻ. നമുക്കറിയാം ഡിസോർഡർ ആണെന്ന്. പിന്നെ വെൽ ഡെവലപ്ഡ് ഓവറീസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ളൊരു ഫീമെയിൽ ആയിരിക്കില്ലേ അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മൾ പറഞ്ഞ ടർണേഴ്സിന്റെ കോഡ് എന്താ? ടർണേഴ്സ് ഇങ്ങനെ നീട്ടി വെച്ച എഫ് പോലെ തോന്നും. അപ്പൊ അതെന്താ ഫീമെയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ എക്സ് ഒ ആണ് ഉണ്ടാവുക അല്ലെ. ഒരു എക്സ് ഉണ്ടാവില്ല, എക്സ് എക്സിന് പകരം എക്സ് ഒ ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഫീമെയിൽ സഫറിംഗ് ഫ്രം ടേണർ സിൻഡ്രോം ഡു നോട്ട് ഹാവ് വെൽ ഡെവലപ്ഡ് ഓവറീസ്. അതുകൊണ്ടാണ് അത് സ്റ്റെറൈൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇൻസ്റ്റെഡ് ദേ ഹാവ് റൂഡിമെന്ററി ഓവറീസ്. അത്ര ഡെവലപ്ഡ് ആവാത്ത പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓവറീസ് ആണ് ഇവർക്ക് ഉണ്ടാവുക. അതർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റേച്ചർ ആയിരിക്കും, ഫോർ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും, ആൻഡ് ഇവർക്ക് മെൻസ്ട്രുവേഷൻ ഒന്നും ഉണ്ടാവാറില്ല. അതാണ് ടേണർ സിൻഡ്രോം ഉള്ള ആളുകൾക്കുള്ള പ്രശ്നം. അടുത്ത ക്വസ്റ്റ്യൻ, in which of the following organisms the male heterogametic condition is not observed? നമ്മൾ പറഞ്ഞു അല്ലെ, ഹെറ്ററോഗാമെറ്റിക് കണ്ടീഷൻ എന്താണ്, ഹോമോഗാമെറ്റിക് കണ്ടീഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. 2 ടൈപ്പ് ഉണ്ട് ഹെറ്ററോഗാമെറ്റിക് കണ്ടീഷൻ. എന്താണ് അത്? ഫീമെയിലും വരാം മെയിലും വരാം അല്ലെ. അപ്പൊ അതിൽ നോട്ട് ഒബ്സർവ്ഡ് താഴെ തന്നിരിക്കുന്നതിൽ ഏതിലത് ഒബ്സർവ് ചെയ്യാത്തത്? ഗ്രാസ് ഹോപ്പർ, ഹ്യൂമൻസ്, ഡ്രോസോഫില, ബേർഡ്സ്. ഒന്നും നമ്മളത് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞു അല്ലെ. ബേർഡ്സ് ഇത്തിരി പെശകുള്ള ആൾക്കാരാണ്. ഇവർ നോർമൽ ഉള്ളതിനേക്കാളും തലയിലുള്ള ആൾക്കാരാണ്. സാധാരണ കേസിൽ നമ്മൾ ഫീമെയിലാണ് ഇങ്ങനെ ഒരേപോലെ ക്രോമസോമുകൾ കാണാം, പക്ഷെ ഇവിടെ മെയിലാണ് ഒരേപോലെ ക്രോമസോം കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൽ ഹെറ്ററോഗാമെറ്റിക് കണ്ടീഷൻ ഒബ്സർവ് ചെയ്യുന്നില്ല പറയുമ്പോൾ അവിടെ ഫീമെയിൽ ഗാമെറ്റിക് കണ്ടീഷൻ അല്ലെ, ഫീമെയിൽ ഹോമോ ഗാമെറ്റിക് കണ്ടീഷൻ ആണ് അവിടെ ഉണ്ടാവുക. അത് ആർക്കാണ്? അത് ബേർഡ്സിനാണ്. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫീമെയിൽ ഹെറ്ററോഗാമെറ്റിക് കണ്ടീഷൻ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഫീമെയിൽ ആണ്, അതേ ബേർഡ്സിൽ ഫീമെയിൽ ആണ്. ഫീമെയിലിൽ എന്താണ്? ഹെറ്ററോഗാമെറ്റിക് കണ്ടീഷൻ, അങ്ങനെ ZW എന്നാണ് കാണാം. മെയിൽ ആണെങ്കിൽ
ZZ ആയിട്ടാണ് കാണുക. അപ്പൊ ഇവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, അല്ലെങ്കിൽ ആൺപക്ഷിയാണോ പെൺപക്ഷിയാണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഹ്യൂമൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും, അത് അച്ഛനിൽ നിന്ന് വരുന്ന ക്രോമസോമാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച അമ്മയിൽ നിന്നുള്ള ക്രോമസോമാണ്. അതായത് എഗ്ഗിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും ആണും പെണ്ണുമായിട്ട് മാറുക അല്ലെ. ബേർഡ്സ് ഡു നോട്ട് ഷോ മെയിൽ ഹെട്രോഗാമറ്റിക് കണ്ടീഷൻ. ബേർഡ്സിൽ ഒരിക്കലും മെയിൽ ഹെട്രോഗാമറ്റിക് കണ്ടീഷൻ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതിന് പകരം ദേ ഷോ ഫീമെയിൽ ഹെട്രോഗാമറ്റിക് കണ്ടീഷൻ. അതാണ് പറഞ്ഞത്, കണ്ടില്ലേ. Male heterogametic condition is characterized by male individuals producing two types of gametes. ഈ പറയുന്ന male heterogametic condition എവിടെയാ കാണുക, അവിടെ male individuals എന്ത് ചെയ്യും, രണ്ട് ടൈപ്പ് ഓഫ് gametes പ്രൊഡ്യൂസ് ചെയ്യും, X എന്നും Y എന്നും. ഓക്കെ. In which of the following organisms male has half the number of chromosomes than female? ഏതിലാണ് മെയിലിന് ഫീമെയിലിനേക്കാളും പകുതി ക്രോമസോം മാത്രം ഉള്ളത്? നമ്മൾ കണ്ടാണല്ലോ അല്ലെ, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആർക്കാ, അത് ഹണീബിക്കാണ്. മൂത്തല്ല, ഗ്രാസ് ഹോപ്പർ അല്ല, ബട്ടർഫ്ലൈ അല്ല, ഹണീബിയാണ് നമ്മൾ പഠിക്കാനുള്ളതും. ഹണീബി മാത്രമാണ് അല്ലെ. അതായത് അവിടെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ക്രോമസോം നമ്പർ 32 അല്ലെ, അതിന്റെ പകുതിയാണ് ആർക്കുണ്ടാവുക, മെയിലിനുണ്ടാവുക. മെയിൽ 16. ഫീമെയിൽ എന്ന് പറയുമ്പോൾ ആരാ, അവിടെ നമ്മുടെ റാണിയും അല്ലെങ്കിൽ ആരാവാം, അത് വർക്കേഴ്സ് ആവാം അല്ലെ, വർക്കേഴ്സ് ആവാം. ആകെ 3 വിഭാഗമാണ് ഈ പറയുന്ന തേനീച്ചക്കൂട് തപ്പിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക. ഒന്ന് ക്യൂൻ ഉണ്ടാവും, ഒരൊറ്റ ക്യൂനെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറെ വർക്കേഴ്സും കാണാം, പണിക്കാരും കാണാം. പിന്നെ ആരാ ഉള്ളത്, പിന്നെ ഡ്രോൺ അല്ലെ, കുറച്ച് ഡ്രോൺസും ഉണ്ടാവും. ഈ പറയുന്ന ഡ്രോൺസ് ആണ് മെയിൽസ്. അപ്പൊ അവർക്ക് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയതുകൊണ്ടാണ്, ഇതിന്റെ പകുതിയാണല്ലോ ഹാപ്ലോയിഡിൽ വരിക, അതുകൊണ്ടാണ് ഇത് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉള്ളത്. ആർക്കാ, ഹണീബിക്കാണ്. The female progeny of the honeybee develops from the union of a sperm and an egg, whereas a male progeny, അതായത് ഇവിടെ ഒന്നിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, വേറൊന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാണ്ടാണ് വരുന്നത്. അതായത് മെയിൽ കുട്ടികളാണ് വരുന്നുണ്ടെങ്കിൽ, ആൺ തേനീച്ചകളാണ് വരുന്നതെങ്കിൽ അതെങ്ങനെയാ, പാർത്തനോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാത്ത എഗ്ഗിൽ നിന്ന് താനെ, അവർക്ക് അച്ഛനില്ല അല്ലെ, താനെ ആര് വരികയാണ്, പാർത്തനോജനസിസ് എന്ന പ്രോസസ്സിൽ കൂടെ താനെ അവിടെ മെയിൽ പ്രോജനി വരിക. പക്ഷെ നമ്മൾ ഫീമെയിൽ പ്രോജനി നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, അത് ഈ പറഞ്ഞ ഫ്യൂഷൻ ഒക്കെ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കണം. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് ഈ പറയുന്ന 32 കിട്ടിയത്. ഇവർക്ക് പകുതി കിട്ടാൻ കാരണം എന്താ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. കാരണം അച്ഛൻ്റെ പകുതി അമ്മൻ്റെ പകുതി കൂടെ മിക്സ് ചെയ്താലല്ലേ നമ്മൾക്ക് ഡിപ്ലോയിഡ് കണ്ടീഷൻ കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല അല്ലെ. This means that males have half the number of chromosomes than that of female. ഫീമെയിലിനേക്കാളും പകുതി ക്രോമസോം ഉള്ളത് ആർക്കാ, മെയിൽസിനാണ്. ആർക്ക്, ഹണി ബീസിലുള്ള മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. വാട്ട് ഈസ് ദ മെക്കാനിസം ബിഹൈൻഡ് പ്ലിയോട്രോപ്പി? പ്ലിയോട്രോപ്പി എന്ന് പറയുന്നതിന്റെ മെക്കാനിസം എന്താണ്? എ സിംഗിൾ ജീൻ കൺട്രോൾസ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു സിംഗിൾ ജീന് ഒരു സിംഗിൾ ക്യാരക്ടറുടെ കൺട്രോൾ ചെയ്യുന്നു. അടുത്തത് എഫക്റ്റ് ഓഫ് എ ജീൻ ഓൺ മെറ്റബോളിക് പാത്വേസ്. മെറ്റബോളിക് പാത്വേസിൽ നമ്മളുടെ ജീനിന്റെ എഫക്റ്റ് കാണുന്നു. അടുത്തത് എഫക്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ജീൻസ് ഓൺ മൾട്ടിപ്പിൾ പാത്വേസ്. മൾട്ടിപ്പിൾ പാത്വേസിൽ മൾട്ടിപ്പിൾ ജീൻസിന്റെ എഫക്റ്റ് കാണുന്നു. ബയോകെമിക്കൽ പാത്വേയിൽ മൾട്ടിപ്പിൾ ജീൻസിന്റെ എഫക്റ്റ് കാണുന്നു. ഒന്നും നോക്കണ്ട, മെറ്റബോളിക് പാത്വേ നമുക്കറിയാം. Pleiotropy is a phenomenon by which a single gene affects different metabolic pathways. അതായത് പ്ലിയോട്രോപ്പി എന്ന ഫിനോമിനൻ എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ജീന് പല മെറ്റബോളിക് പാത്വേസിനെ എന്ത് ചെയ്യണം, അഫക്റ്റ് ചെയ്യണം. ആൻഡ് ദീസ് ഡിഫറെന്റ് മെറ്റബോളിക് പാത്വേസ് റിസൾട്ട് ഇൻ ഡിഫറെന്റ് ഫിനോടൈപ്സ്. ഇപ്പൊ ഈ പറയുന്ന മെറ്റബോളിക് പാത്വേസിന്റെ ഡിഫറെന്റ് മെറ്റബോളിക് പാത്വേസ് എന്തായിട്ട് മാറുന്നു, ഡിഫറെന്റ് ഫിനോടൈപ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PKU? നമ്മളത് പഠിക്കുമ്പോൾ തന്നെ അവിടെ കണ്ടല്ലോ PKU എന്താണെന്നുള്ളത്. ഫീനൈൽ കീറ്റോണിക് ഉബിഷ് ബോഡീസ് ആണോ, പാരാ കീറ്റോ അൾണയാണോ, ഫീനൈൽ കീറ്റോനൂറിയ ആണോ, പാരാ കീറ്റോറീമിയ ആണോ? അത് പഠിക്കുന്നത് ഫീനൈൽ കീറ്റോനൂറിയ. അത് തന്നെയാണ് PKU എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ: PKU stands for phenylketonuria. This disease is caused by a pleiotropic gene where a single gene mutation takes place. ഇവിടെ ഒരു സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ആണ് നടക്കുന്നത്. ഈ പറയുന്ന ഫിനൈൽ കീറ്റോനൂറിയ കാരണം അത് ഏത് ജീനിന്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത്? പ്ലിയോട്രോപിക് ജീനിന്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത്. The gene which codes for phenylalanine hydroxylase gets mutated. അതായത് ഇവിടെ ഫിനൈൽ അലനിൻ ഹൈഡ്രോലേസ് എന്ന് പറയുന്ന അതിന് കോഡ് ചെയ്യുന്ന ജീൻ എന്ത് ചെയ്യാണ്, മ്യൂട്ടേഷൻ നടക്കുകയാണ് അതിന് സംഭവിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതൊരു മെന്റലിൻ ഡിസോർഡർ കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈംസ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ പേഷ്യൻസ് ഓഫ് ഫിനൈൽ കീറ്റോനൂറിയ? ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്ന
കണ്ടീഷനുള്ള ആളുകളിൽ ഏത് എൻസൈമാണ് പ്രസന്റ് അല്ലാത്തത്? സൊമാറ്റോസ്റ്റാറ്റിൻ, ടെസ്റ്റോസ്റ്റിറോൺ, ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്, ഫിനൈൽ അലനിൻ. ശ്രദ്ധിക്കണം, എൻസൈം ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഏസ് എന്നൊക്കെ കാണും. അപ്പോൾ ആരാ? ഓപ്ഷൻ സി ആ. ഓക്കെ. The individual which is affected by phenylketonuria lacks a liver enzyme called phenylalanine hydroxylase. അതായത് ഈ പറയുന്ന ഫിനൈൽ കീറ്റോനുറിയ ഉള്ള ആളുകളിൽ ഒരു ലിവർ എൻസൈം അവിടെ ആബ്സെന്റ് ആയിരിക്കും. അതിന്റെ പേരാണ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. ഈ പറയുന്ന ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ തൈറോസിനായിട്ട് മാറും. മറ്റൊരു അമിനോ ആസിഡ് ആയിട്ടുള്ള തൈറോസിനാക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. ഈ പറയുന്ന എൻസൈം ഇല്ലെങ്കിൽ ഈ കൺവേർഷൻ നടക്കില്ല. ആ കൺവേർഷൻ നടക്കാണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഫിനൈൽ അലനിനെ എവിടെ കൊണ്ടുപോയിട്ട് നിൽക്കും? ബ്രെയിനിലൊക്കെ പോയിട്ട് അത് അടിഞ്ഞുകൂടും. അവിടെ അപ്പം മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വരും. പിന്നെ കുറേ എണ്ണം യൂറിനിൽ കൂടിയും ഇത് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ പോളിജെനിക് ട്രേറ്റ്സ്? എന്താണ് പോളിജെനിക് ട്രേറ്റ്സ്? പോളി പറഞ്ഞ ഒത്തിരി, ജെനിക് എന്ന് പറഞ്ഞ ജീൻ. അപ്പോൾ ഒത്തിരി ജീൻസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ട്രൈറ്റ്സ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ അല്ല, ട്രൈറ്റ്സ് നോട്ട് കൺട്രോൾഡ് ബൈ എനി ജീൻസ് അല്ല, ട്രൈറ്റ് കൺട്രോൾഡ് ബൈ 2 ജീൻസ് അല്ല, ട്രൈറ്റ് കൺട്രോൾഡ് ബൈ 3 or more ജീൻസ് ആണ് എന്ത്, അല്ലെങ്കിൽ ഇതിൽ വരിക പോളിജെനിക് ട്രൈറ്റ്സിൽ വരിക. ഓപ്ഷൻ ഡി ആണ്. Traits എന്ന് പറയുന്നത് they are the feature of a character by which we can distinguish organism. Traits എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ നമ്മൾക്ക് ക്യാരക്ടറൈസ് ചെയ്ത് പറയുന്നതാണ്. അതിപ്പോൾ നമ്മളൊരു ആളിനെ കാണാൻ പറയില്ല, അതിന്റെ കണ്ണ് നല്ല നീല കളർ ഉണ്ട് കേട്ടോ, മുടി നല്ല എങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നില്ല, അതാണ് traits എന്ന് പറയുന്നത്. Traits which are generally controlled by 3 or more genes are known as polygenic traits. അപ്പോൾ ഇങ്ങനെ ഒന്നോ അതിലധികമോ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ട്രൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒന്നും അതിലധികമോ ജീൻസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോളിജെനിക് ട്രൈറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a classic example of polygenic inheritance? ഈ പറയുന്ന പോളിജെനിക് ഇൻഹെറിറ്റൻസിന്റെ ക്ലാസിക് എക്സാമ്പിൾ ഇതിൽ ഏതാണ്? സ്കിൻ കളർ ഇൻ ഹ്യൂമൻസ്, ബ്ലഡ് ഗ്രൂപ്പ്സ്, ഫ്ലവർ കളർ ഇൻ പീസ്, സ്റ്റെം ഹൈറ്റ് ഇൻ പീസ്. ഓപ്ഷൻ എ, സ്കിൻ കളർ ഇൻ ഹ്യൂമൻസ് ആണ് വരിക. സ്കിൻ കളർ ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഓഫ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെ ട്രൈറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത്, ഒരു ട്രൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് 3 അതിലധികമോ ജീൻസ് ആണ്. We can see that this trait is not so distinct among the human population. ഈ പറയുന്ന ട്രൈറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷനിൽ ഡിസ്റ്റിങ്ക്റ്റ് അല്ല. ഇതെന്ന് പറയുന്നത് ഗ്രേഡിയന്റ് അക്രോസ് സ്പ്രെഡ് ആയിട്ടിരിക്കുന്ന ഒന്നാണ്. നമുക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ക്ലാസിക് എക്സാം പോളിജെനിക് ഓരോന്നിന്റെയും എക്സാമ്പിളുകളൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, what is the blood group of the progeny? One parent donates IA allele while the other donates small letter I. നമുക്കറിയാം 3 അലീൽസ് ആണുള്ളത് അല്ലെ, കൺട്രോൾ ചെയ്യുന്നത് IA, IB, സ്മോൾ ലെറ്റർ I, ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഇതിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? 4 ഫീനോടൈപ്പും കാണുന്നുണ്ട്, 6 ജീനോടൈപ്പും കാണുന്നുണ്ട് അല്ലെ. ഐന്റെ കൂടെ ഐ വന്നാലും ഐന്റെ കൂടെ ഐ വന്നാലും നമുക്ക് കിട്ടുന്നത് എ ഗ്രൂപ്പ്, അങ്ങനെ 2 കണ്ടീഷൻ. ഐബിന്റെ കൂടെ സ്മോൾ ലെറ്റർ ഐ വന്നാലും ഐബിന്റെ കൂടെ IB വന്നാലും നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ബി ആ കിട്ടുന്നത്, അങ്ങനെ 2 കണ്ടീഷൻ. പിന്നെ സ്മോൾ ലെറ്റർ ഐ വന്നു കഴിഞ്ഞാൽ അത് O ഗ്രൂപ്പാണ്, അങ്ങനെ ഒരു കണ്ടീഷൻ. പിന്നെ IAയും IBയും ചേർന്ന് കഴിഞ്ഞാൽ അതെന്താണ്? AB എന്നുള്ള ബ്ലഡ് ഗ്രൂപ്പാണ്. അങ്ങനെ നമുക്ക് ജീനോ ടൈപ്പ് ഒരു 6 എണ്ണം കിട്ടും. പക്ഷെ നോർമലി 4 ബ്ലഡ് ഗ്രൂപ്പേ ഉള്ളൂ, എയും ബിയും ഓയും എബിയും അല്ലെ. അപ്പൊ അതാണ് ഫിനോടൈപ്പും ജീനോടൈപ്പും നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ പ്രോജനി ഇഫ് വൺ പാരന്റ് ഡൊണേറ്റ് IA അലീൽ? അതായത് ഒരു പാരന്റ് IAയും കൊടുത്തു മറ്റേ പാരന്റ് ഐയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതാ വരിക? സംശയം ഉണ്ടോ? ഓപ്ഷൻ എ ആണ് അല്ലെ, ബിയും എ ബിയും ഒന്നും അല്ല വരിക. The progeny has 1 copy of IA and 1 copy of I ആണെന്നുണ്ടെങ്കിൽ IA is dominant over I. ഈ പറയുന്ന IA എന്ന് പറയുന്നത് ഡോമിനന്റ് ആയിരിക്കും, സ്മോൾ ലെറ്റർ I എന്ന് പറയുന്നത് റിസസീവ് ആയിരിക്കും. ഇപ്പൊ ഓൺലി അവിടെ IA മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ, അതായത് A ബ്ലഡ് ഗ്രൂപ്പ് ആണ്. പക്ഷെ സാധാരണഗതിയിൽ ഒന്ന് ഡോമിനന്റും റിസസീവ് ആകുമ്പോൾ ലാസ്റ്റ് AB കണ്ടീഷൻ വരുമ്പോൾ മാത്രം എന്ത് സംഭവിക്കും? IAയും IBയും ചേരുമ്പോൾ രണ്ടിന്റെയും ഡോമിനൻസ് വരും. അതാണ് മെന്റലിൻ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക ഒരു ഡീവിയേഷൻ വന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. 14th question,
ABO blood grouping in humans is an instance. ABO blood grouping എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാ? കംപ്ലീറ്റ് ഡോമിനൻസ് ആണോ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണോ, കോഡോമിനൻസ് ആണോ, സ്യൂഡോ സയൻസ് ആണോ? ഏതാ? സി, കോഡോമിനൻസ് ആണ് കേട്ടോ. കോഡോമിനൻസ് refers to the production of a new phenotype. കോഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ, ഒരു പുതിയ ഫിനോടൈപ്പിന്റെ പ്രൊഡക്ഷൻ ആണ്. അവിടെ എന്താ? ബോത്ത് ക്യാരക്ടേഴ്സ് ദാറ്റ് ഗിവ് ഓപ്പോസിറ്റ് ട്രൈറ്റ്സ് ആർ പ്രസന്റ്. അതായത് ബോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതെന്താണ്? ദാറ്റ് ഗിവ്സ് ഓപ്പോസിറ്റ് ട്രൈറ്റ്സ് ആണ് അവിടെ പ്രസന്റ് ആവുന്നത്. ദിസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ABO ബ്ലഡ് ഗ്രൂപ്പ്. ഇത് നമ്മൾക്ക് ABO ബ്ലഡ് ഗ്രൂപ്പിൽ കാണാൻ പറ്റും. അതായത് നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് കാണിക്കും. ആ രണ്ട് ക്യാരക്ടേഴ്സിനും രണ്ട് ഓപ്പോസിറ്റ് ട്രൈറ്റ്സ് ആയിരിക്കും. ഇത് രണ്ടും പ്രസന്റ് ആയിരിക്കും ഈ പറയുന്ന കോഡോമിനൻസ്. കോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചിട്ടെന്നല്ലേ. 15th question. What is the ability of both IA and IB alleles to express together card? അപ്പോൾ ഈ പറയുന്ന IAയും IB alleles-ഉം നമ്മൾ ഒന്നിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ability-നെ പറയുന്ന പേരെന്താ? കംപ്ലീറ്റ് ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ alleles. കോഡോമിനൻസ് ആണ്. Codominance refers to the ability of both alleles to produce an effect even when other is present. മറ്റേത് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ബോത്ത് അലീൽസിനെ അതിന്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഇതിനുണ്ട്. The alleles IA and IB are two such alleles. ഈ പറയുന്ന നമ്മൾ പറഞ്ഞില്ല, IAയും IBയും ചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒന്നേ ഡോമിനന്റ് ആയി നിൽക്കാൻ പാടുള്ളൂ. പക്ഷെ അവിടെ രണ്ടും ഡോമിനന്റ് ആയിട്ട് നിൽക്കും. അതാണ് കോഡോമിനൻസ്. The flower color in Snapdragon exhibits. സ്നാപ്ഡ്രാഗണിലുള്ള ഫ്ലവർ കളർ എന്ന് പറയുന്നത് എന്താണ് എക്സിബിറ്റ് ചെയ്യുന്നത്? കംപ്ലീറ്റ് ഡോമിനൻസ് ആണോ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണോ, കോഡോമിനൻസ് ആണോ, മൾട്ടിപ്പിൾ അലീലിയസ് ആണോ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ലേ. അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺസ് പ്രൊഡ്യൂസ് പിങ്ക് ഫ്ലവേഴ്സ് ആഫ്റ്റർ ദ മേറ്റിംഗ് ഓഫ് റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ പ്ലാന്റ്സ്. റെഡ് ഫ്ലവറുള്ള പ്ലാന്റ്സും വൈറ്റ് ഫ്ലവറുള്ള പ്ലാന്റ്സും സാധാരണഗതിയിൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നുകിൽ എന്ത് കിട്ടണം? അതിന്ന് കിട്ടുന്ന ഹൈബ്രിഡുകൾ എങ്ങനെയായിരിക്കണം? ഒന്നുകിൽ അത് റെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് വൈറ്റ് കളർ ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു കളറാണ് വരുന്നത്. പിങ്ക് കളറാണ് ഇവിടെ വരുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് കളർ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ പറയുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മോഡൽ ഓർഗാനിസം used by Mendel to give the laws of inheritance? ഈ പറയുന്ന laws of inheritance അദ്ദേഹം പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഏത് ചെടിയാണ് കൺസിഡർ ചെയ്തത്? എന്താ? ഗാർഡൻ പീസ്, വൈൽഡ് പീസ്, ബാസ്കറ്റ് പീസ്, ബോട്ടിൽ ഗാർഡൻ. എങ്ങനെ ആലോചിച്ചാൽ മതി? അദ്ദേഹത്തിന്റെ ഗാർഡനിൽ ഉണ്ടായിരുന്ന പയറുചെടി എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മെൻഡൽ എന്ന് പറയുന്നത് ചർച്ചിലൊരു പ്രീസ്റ്റ് ആയിരുന്നു. ഹി ഗ്രൂ ഗാർഡൻ പീസ് ബിഹൈൻഡ് ദ ചർച്ച്. ഇദ്ദേഹത്തിന്റെ ചർച്ചിന്റെ ബാക്കിൽ അദ്ദേഹം ഈ പറയുന്ന ഗാർഡൻ പീസ് നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. He studied the passing characters within these by the process of hybridization. അദ്ദേഹം ഇതിന് ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ട് എന്ത് സംഭവിച്ചു? അതിലുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ ഒരു ജനറേഷൻ വേറൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യാന്നൊക്കെ പഠിച്ചു. എന്തിനാ ഈ പയറ് ചെടീനെ അടുത്ത്? വേറെ എന്തോരം ചെടികളുണ്ട്. ഏതെങ്കിലും ഒരു മരത്തിനെയൊക്കെ പിടിച്ച് ചെയ്യാന്നില്ലേ അല്ലേ? പക്ഷെ ചെയ്തില്ലല്ലോ. എന്താ? ഈ പറയുന്ന പയറ് ചെടികൾ പറയുമ്പോൾ നട്ടു വളർത്താൻ വളരെ എളുപ്പം. പിന്നെ ഒരുപാട് ഫീനോടൈപ്പ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. കുറേ ക്യാരക്ടേഴ്സ് അതിന്റെ പ്രത്യേകതയുണ്ട്. ആ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു 7 ക്യാരക്ടേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ അതിന്റെ ഗുണങ്ങളാണ്. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ പഠിക്കല്ലേ. ഇതിപ്പോ നട്ട് വളർത്തി 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ആയിക്കഴിഞ്ഞാൽ ആള് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ പറയുന്ന പയറ് ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാകുമ്പോൾ വളരെ ചെറിയ ലൈഫ് സ്പാൻ ഉണ്ടാവും. കുറച്ചു കാലം കൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും? അടുത്ത ഹൈബ്രിഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിനെ വീണ്ടും ക്രോസ് ചെയ്യണമെങ്കിൽ പിന്നെ അടുത്ത ഹൈബ്രിഡ് ഒക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം 7 വർഷം അതിനു വേണ്ടി പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത്. പക്ഷെ ഇത് സംഭവിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ കാലക്കെടുത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a pair of contrasting traits studied by Mendel? താഴെ തന്നിരിക്കുന്ന ഏതാണ് നമ്മളുടെ മെന്റൽ പഠിച്ചിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ട്രയറ്റിൽ പെടാത്തത്? നോട്ട് എ പെയർ ആണ് ചോദ്യം. ഗ്രീൻ ആൻഡ് യെല്ലോ പോട്ട്സ്, ഫുൾ ആൻഡ് കൺസ്ട്രിക്റ്റഡ് പോട്ട്സ്, ആക്സിയൽ ആൻഡ് ടെർമിനൽ ഫ്ലവേഴ്സ്, പിങ്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മെന്റൽ സ്റ്റഡീസ് ഇൻവോൾവ് സ്റ്റഡി ഓഫ് 7 pairs of contrasting characters ആണ്. അത് എന്തൊക്കെയാ വെച്ചാൽ പോട്ട്സ് 2 കളറുണ്ട്, ഗ്രീനും യെല്ലോയും. പിന്നെ ഫുൾ ആൻഡ് കൺസ്ട്രിക്റ്റഡ് പോട്ട്സ് ഉണ്ട്, ആക്സിയൽ ആൻഡ് ടെർമിനൽ ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവർ കളർ പെയർ സ്റ്റഡി ചെയ്യുന്നത് വയലറ്റും
അതുപോലെ വൈറ്റ് ഒക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡോമിനന്റ് ക്യാരക്ടർ ഇൻ പീ പ്ലാന്റ്സ്? പീ പ്ലാന്റ്സിൽ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാ? ടോൾ സ്റ്റെം ഹൈറ്റ്, വൈറ്റ് ഫ്ലവേഴ്സ്, ടെർമിനൽ ഫ്ലവേഴ്സ്, കൺസ്ട്രിക്റ്റഡ് പോട്ട്സ്. ഏതാ വരിക? ഓപ്ഷൻ എ ആണ് കേട്ടോ. ടോൾ സ്റ്റെം ഹൈറ്റ് നമ്മൾ ഇങ്ങനെ പഠിക്കണം അല്ലേ? നമ്മൾ ജെനറ്റിക്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ടോൾ. താഴെ അല്ലാതെ ഡോർഫ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ എഴുതാം, അല്ലാണ്ട് ഡോർഫ് ആണെന്ന് പറഞ്ഞാൽ ഡി എഴുതില്ല. Dominant characters are the ones that are expressed even when a single allele of a gene is present. Dominant characters എന്ന് പറയുന്നത് എന്താണ്? That are expressed even when the single allele of the gene is present. സിംഗിൾ allele of the ജീനിലെ ഒരു സിംഗിൾ allele നമുക്ക് കാണുന്ന ക്യാരക്ടർ ആണ് ഈ പറയുന്നത് ഡോമിനന്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഓഫ് ദ മെൻഷൻ ട്രൈറ്റ്സിൽ ഓൺലി സ്മോൾ സ്റ്റെം ഹൈറ്റ് മാത്രമേ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടുള്ളൂ. ഓക്കെ.